ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച എന്ന് പറയുകയാണെങ്കിലും ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു 1:30 സമയത്താണ് കേട്ടോ. പക്ഷേ ഇത് രാവിലെ കത്തിച്ച മെഴുകുതിരിയാണ്. പക്ഷേ ഞാൻ ഇന്ന് രാത്രി 12 മണിക്ക് ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ചു. 12 മണിക്ക് ശരിക്ക് ഒരു മിനിറ്റ് മുമ്പായിട്ട് ഞാൻ വീട്ടിലേക്ക് കയറി. ആ സമയത്താണ് ഞാൻ വീട്ടിലേക്ക് വന്നത് കേട്ടോ. എവിടേക്കാണ് പോയി എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ വന്ന സമയത്ത് ഞാൻ വേഗം ഓടിപ്പോയിട്ട് ഒരു മെഴുകുതിരി നടയിൽ കത്തിച്ച് വെച്ചു. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ ഒരു മെഴുകുതിരി നടയിൽ കത്തിക്കണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ കത്തിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഇതേ ഞാൻ എണീറ്റ് വരുമ്പോൾ ദേ അപ്പാപ്പൻ നമ്മുടെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാണ്. അത് വിശദമായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ ചപ്പ് ചവറൊക്കെ എടുത്ത് പുറത്തേക്കിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ നിറച്ച് റെഡിയാക്കി ഇട്ടു. അപ്പോൾ തോമു അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് ഓൾറെഡി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഒരുവിധം, കാരണം അത്രയും മോശമായിട്ടൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ അതെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡാഡി രാവിലെ തന്നെ എനിക്ക് തുണികളൊക്കെ അഴിക്കാൻ എടുത്ത് ഇട്ട് തന്നു. കാരണം ഇന്ന് ഇത്തിരി തിരക്കുള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ എണീറ്റ് നമ്മുടെ തോമുവിനൊരു ചെറുതായിട്ടൊരു പനിയുടെ ഒരു ലക്ഷണമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡെൽമ ഡിസൈൻസ്, അതായത് നമ്മുടെ പാച്ചൂട്ടൻ്റെ മാമോദീസയ്ക്ക് ഇവർ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. കണ്ടമാനം പേര് അത് കണ്ടിട്ട് അവരോട് ചോദിച്ചു എന്ന് പറഞ്ഞു. അവർ ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവനുള്ള സൂട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ ഞാൻ തുറന്നിട്ടില്ല. ഡിംപിൾ വന്നിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ രാവിലെ തന്നെ തോമുട്ടൻ പാച്ചൂട്ടനെയും കൊണ്ട് വരികയാണ്. അപ്പോൾ രാവിലെ എല്ലാവരും എണീറ്റ് അവരവരുടെ കാര്യങ്ങൾ നോക്കി തുടങ്ങി. പാച്ചൂട്ടനല്ല കേട്ടോ, ചാക്കോച്ചൻ എപ്പോഴും ഞങ്ങൾക്ക് 3 പേർക്കും തെറ്റും. ഇതിപ്പോൾ എങ്ങനെയോ ഒരു റിപ്പബ്ലിക് ആശംസ വന്ന് കയറിയതാണ് കേട്ടോ. എന്തായാലും അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ ഞാനായാലും അതൊന്ന് പറയണ്ടേ. അപ്പം അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ കിച്ചണിലേക്ക് എത്തി. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലെല്ലായിടത്തേക്കും കൊണ്ടുപോയി തുടങ്ങി. ഇത് ഇവിടെ തോമൂൻ്റെയാണ് കേട്ടോ. ഇവിടെ കുട്ടികളൊക്കെ അടുത്തടുത്തായ കാരണം 3 പേരുടെയും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു തോമൂനെ കൊണ്ടാക്കിയിട്ട് പോരെ ഡിവൈനോട്ട്. ഇപ്പോൾ രാവിലെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഡോണിൻ്റെ കൂടെ ബുള്ളറ്റുമ്മ പോകണമെന്നാണ് ഇന്നത്തെ വാശിയായിരുന്നത്. ഇന്നലെ അപ്പാപ്പൻ്റെ കൂടെ കാറിൽ പോകണമെന്നായിരുന്നു. അങ്ങനെ ഇന്ന് അമ്മയും അപ്പനും മോനും കൂടിയിട്ട് ബുള്ളറ്റുമ്മ പോവാണ് കേട്ടോ. അവനിപ്പോൾ ബബിൾസിലേക്ക് ഇന്ന് എന്തോ പോകാനായിട്ടൊരു ചെറിയൊരു വിഷമം. ഇപ്പോൾ അപ്പം ഉണ്ടെങ്കിൽ അതാണ് പ്രശ്നം. അപ്പയുടെ കൂടെ ആയിക്കഴിഞ്ഞാൽ കരച്ചിലാണ്. അപ്പോൾ ഡിവൈൻ പറഞ്ഞു കുറച്ച് നേരം ഇരുന്നിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ഡിവൈനും ഡോണിനും പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി വന്നിട്ട് ഡ്രസ്സ് മാറി പോവാം എന്ന് പറഞ്ഞിട്ട് അവരാദ്യം തോമുനെ കൊണ്ടാക്കാൻ പോയി. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബബിൾസിൽ കൊണ്ടാക്കണ കാരണം അവർക്ക് തന്നെ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകാനോ എടുക്കാനൊക്കെ എളുപ്പമാണ്. കാരണം ചാക്കോച്ചനെ സംബന്ധിച്ച് കുറച്ച് പാല് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൻ മിണ്ടാണ്ട് അവിടെ കിടന്നുള്ളൂ. അപ്പം ഞാനും ഡാഡിയും രാവിലെ നൂലപ്പാണ് കഴിച്ചേട്ടാ. നൂലപ്പവും സ്റ്റൂ ഉണ്ടായിരുന്നു. ഡോണിന് നൂഡിൽസാണ് കൊടുത്തത്. അപ്പോൾ തോമൂനും ഇഷ്ടമാണ് നൂഡിൽസ്. അപ്പോൾ അതാണ് കൊടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ അപ്പാപ്പനും മോനും അവിടെ ഇരിക്കുകയാണ്. ഇപ്പം അവൻ ശരിക്കും കഴുത്ത കുറച്ച കാരണം ഇരുന്ന് തുടങ്ങിയിട്ട്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് അപ്പാപ്പൻ അത് ക്ലീനാക്കി. ആ നീല ഒരു മെഡിസിനാണത്, അതൊക്കെ ഇട്ട് ക്ലീനാക്കിയിട്ട്. അപ്പോൾ അതിൽ 1-2 ചെറിയ ഗപ്പികളുള്ളൂ, അതുകൊണ്ട് കൊതുമില്ല. പക്ഷെ കുറച്ച് വാങ്ങിച്ചിടണം. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് കിടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഇറങ്ങണം എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് വയ്ക്കാം, എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മൊത്തം തകിടം മറിഞ്ഞു, പ്ലാൻ മൊത്തം മാറി. അപ്പോൾ എനിക്ക് എറണാകുളത്ത് 2 സ്ഥലങ്ങളിലേക്ക് രോഗീ സന്ദർശനമാണ് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ ചാക്കോച്ചൻ കംപ്ലീറ്റ് തെറ്റിച്ചു. ചാക്കോച്ചൻ ഉറങ്ങാണ്ട് അവൻ കിടന്ന് കളിക്കണം. അപ്പോൾ ഞാനാച്ചാൽ തുണികൾ കുറച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു മടക്കാനായിട്ട്. അപ്പോൾ അത് നടന്നില്ല. അങ്ങനെ ഇവരിതേ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ റെഡി ചെയ്തത്. അപ്പോൾ ഞാൻ വേഗം മോര് കാച്ചി, കൂർക്കുപ്പേരി വെച്ചു, മീൻ വറുത്തു, പിന്നെ എന്നിട്ട് ഒരു കൂട്ടം കൂടി ഉണ്ടായിരുന്നു. ഇന്നലത്തെ പെപ്പർ ചിക്കനും ഉണ്ടായിരുന്നു. അങ്ങനെ കൂട്ടി ഞങ്ങൾ സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ഞങ്ങളിതേ ഇറങ്ങി. ഞങ്ങൾ പോണത് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടാലറിയാം, നമ്മുടെ ചന്ദനമഴയിലത്തെ അഞ്ജലി എന്നുള്ള കഥാപാത്രം ചെയ്ത ആ മോളുടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ ചാരുവും ചന്ദനയും, ചാരുതിയും ചന്ദനയും അങ്ങനെയാണ് 2 പേര്. അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ കിച്ചൺ മാജിക് തൊട്ടുള്ള താരോത്സവം തൊട്ടുള്ള പരിചയമാണ്. താരോത്സവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡിംപിൾ 10ാം ക്ലാസ്സിലാണ്
അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് 9th അൽഫോൺസമ്മയൊക്കെ ചെയ്യണ സമയത്താണ് താരോത്സവം. അപ്പോൾ അന്ന് കോമ്പയറായിട്ടാണ് ചാരു വന്നത്. അന്ന് തൊട്ടുള്ള പരിചയമാണ് ഞങ്ങൾക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു 2-3 വർഷം ഒരു പരിചയം, ഒരു എന്താ പറയുക, ഒരു നമ്മൾ ഏത് ബന്ധത്തിനും ഒരു ചെറിയൊരു അകൽച്ചയുണ്ടാവും. അങ്ങനെ ഒരു ചെറിയ സംഭവം വന്നെങ്കിലും വീണ്ടും ഞങ്ങൾ പഴയേക്കാൾ സ്നേഹത്തിൽ ഒന്നിച്ച് ചന്തുവിൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിറച്ച ആളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 പേരും അഡ്വക്കേറ്റ്സാണ്. 3 പേരെന്ന് പറഞ്ഞത് ചാരുതിയുടെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ബേസിൽ ചാണ്ടി, പിന്നെ ചന്ദനയും അഡ്വക്കേറ്റ് LLB കഴിഞ്ഞ് അഡ്വക്കേറ്റാണ്. അപ്പോൾ ചാണ്ടീസ് അസോസിയേറ്റ്സ് എന്നാണ് തോന്നുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചന്ദനേനെ കല്യാണം കഴിച്ച ഹസ്ബൻഡും LLB കഴിഞ്ഞ പയ്യനാണ്, പക്ഷേ അവൻ ബിസിനസ്സിൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഇതാണ് ചാരു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, അതാണ് ചാരു. ബേസിലിൻ്റെ മമ്മിയാണിത് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മൂത്ത ചേച്ചിയുടെ പോലെ തോന്നി സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആളാന്ന് കേട്ടപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമായി. അപ്പോൾ ബേസിലിൻ്റെ മമ്മി മാത്രമല്ല അപ്പനും കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ രൂപശ്രീയും ശാലും ഉണ്ടായിരുന്നു, പക്ഷേ ശാലു വേഗം പോയി. അതുകൊണ്ട് എൻ്റെ ഫോട്ടോസിലൊന്നും പെട്ടിട്ടില്ല. ഡിവൈൻ എടുത്തിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്തൊക്കെ കുട്ടികൾ എൻ്റെ കയ്യിലായ കാരണേ നിങ്ങൾക്കറിയാമല്ലോ, എനിക്കങ്ങനെ ഫോട്ടോസൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, പഴയ വർത്തമാനങ്ങൾ കുറേ പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. കുറേ നേരം ഞാൻ ഏതോ ഒരു ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. അപ്പോൾ ഇത് ഡിനിയാണ്. നിങ്ങൾക്കൊക്കെ കുട്ടികളെ കണ്ടറിയാം. രൂപശ്രീയെ കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ രൂപ ഇതിൽ ചെറുപ്പം പോലെ, ഇതാണ് രൂപയുടെ പ്രായവും വേഷം കേട്ടോ. പിന്നെ അമ്മ ക്യാരക്ടർ വരുമ്പോൾ വേറൊരാളായി മാറണം എന്നുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഈ പറഞ്ഞ പോലെ ബർത്ത്ഡേയുടെ ഏതോ ഒരു വിഷ് വന്ന് കയറിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആരയച്ചതാണെന്ന് എനിക്ക് ഫോണിൽ നോക്കിയാലേ അറിയുള്ളൂ. ഞാനത് സേവ് ചെയ്തപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ബർത്ത്ഡേ വിഷും കൂടി ഒന്നിച്ച് ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ട് തരാം. കാരണം എന്താ വെച്ചാൽ അത്രയധികം വിഷ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ തോമോൻ്റെ പാച്ചുവിൻ്റെ മറ്റേ ആ ഡെൽമ ഡ്രസ്സസ് തയ്ച്ചൊരു മറ്റേ ഡ്രസ്സ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്ന് വേഗം അവസാനിപ്പിക്കാം. കാരണം മണി 1 കഴിഞ്ഞു. കാരണം കുറേ കുട്ടികൾ വിഷ് ചെയ്തു, അവർക്കൊക്കെ ഒന്ന് മറുപടി അയക്കണ്ടേ. പിന്നെ നാളത്തെ പരിപാടി നിങ്ങൾക്കറിയാലോ. അപ്പം ഞാൻ ഇത് കാണുന്ന ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ. കാരണം മീറ്റപ്പിന് പ്രത്യേകിച്ചൊരു ക്ഷണം ആർക്കും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നെ, ഡിംപിളിനെ, ഡിവൈനെ, ഞങ്ങളുടെ വീട് ഒക്കെ കാണാനായിട്ട് ധൈര്യമായിട്ട് വരാം. ഒരാളുടെ അനുവാദം വേണ്ട. മക്കൾ 3 മണി തൊട്ട് 7 മണി വരെയാണ് നമ്മൾ സമയം വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ക്രിംബറിയുടെ മറ്റേ യോഗട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത് ആലുവയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഡിംപിൾ കഴിക്കില്ല, പക്ഷെ കുട്ടികൾക്കും ഡാഡിക്കും ഡോണിനൊക്കെ ബാക്കി എല്ലാവർക്കും, ഡിംപിൾ ഒഴിച്ച് വേറെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 1:15 ഇപ്പം ഞാൻ പറയുമ്പോൾ 2 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടോ. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1:15 ഇപ്പം ഞാൻ കംപ്ലീറ്റ് സംഭവങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാം. കാരണം ഇന്നൊന്നും എനിക്ക് ചെയ്തിട്ട് കിടക്കാനുള്ള നേരമില്ല. കാരണം കണ്ടമാനം കോൾസ് ഉണ്ടായിരുന്നു, ബർത്ത്ഡേയുടെ കോളുകൾ, കസിൻസും കാര്യങ്ങളൊക്കെ വിളിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും കാര്യമായിട്ട് എനിക്ക് വീഡിയോസും എടുക്കാനും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇത്രയും മതി. പിന്നെ ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് ഇടാമെന്ന് പറഞ്ഞാൽ അത് എനിക്കെന്തോ ശരിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്നെ വിഷ് ചെയ്തവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുപോലെ മീറ്റപ്പിൻ്റെ എല്ലാ വീഡിയോസും മാക്സിമം പറ്റാവുന്ന പോലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അതുപോലെ നിങ്ങൾ വരുന്ന ഓരോരുത്തരുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, നമ്മളതിവിടെ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് ആസ്തെറ്റിൻ്റെ അവിടെ നിന്നുള്ള ബാക്ക് ഡ്രോപ്പും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഡിംപിൾ തുറന്നിട്ട് ഉള്ള വീഡിയോ ഇതിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. അപ്പോൾ അതാവും നല്ലത്. കാരണം ഇപ്പോൾ ഈ നേരമായില്ലേ. അപ്പോൾ അങ്ങനെ ഡിംപിളിതേ കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് മൂപ്പര് പറയണത് എന്നാൽ നമുക്ക് ഇതൊന്ന് തുറക്കാമെന്ന്. അപ്പോൾ എന്നാൽ ശരി കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് വരുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വെറുതെ ഒരു കവറ്, വളരെ ചെറിയൊരു കവറായിട്ടാണ് വരിക. നാളെ നിങ്ങൾക്കറിയാം ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളത്. സെറ്റ് ചെയ്യേണ്ട ഡയറക്ഷൻസ് വരെ അതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്
നാളെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് മറ്റേ ഇവിടുന്ന് വരുന്ന സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ബാക്ക് ഡ്രോപ്പ് വെച്ച് കേക്ക് കട്ട് ചെയ്ത് ആ ഫോട്ടോൻ്റെ ഫ്രെയിം ബ്യൂട്ടിയാണ് എല്ലാവരും നോക്കണത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് നാളെ വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് നാളെ വിശദമായിട്ട് നേരിട്ട് കാണാം. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യും.